നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാൻ ഒരു പ്രത്യേക സാരിയാണ് കാണിക്കുന്നത്. കണ്ടു കഴിയുമ്പോൾ ഓർക്കും ഇതാണോ പ്രത്യേക സാരി എന്ന്. കാണിച്ചിട്ടുള്ള സാരിയാണ്, പക്ഷേ അത് ഡിസൈനർ ബ്ലൗസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സാരി തന്നെ വാങ്ങിച്ചവർ എന്നെ ചീത്ത വിളിക്കരുത്, ഇത് ഭയങ്കര പണിയായി പോയല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരുണ്ട് കേട്ടോ. ഒരു സാരി വാങ്ങിച്ചു, അത് കഴിയുമ്പോൾ അത് 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ വേറെ വേർഷനുമായിട്ട് വരും. അപ്പോൾ ആ സാരിയും പിടിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ഞാൻ എന്ന് പറയുന്നത്. അങ്ങനല്ല, ഇപ്പോൾ ഓരോന്നും നമ്മൾ ഇതായിട്ട് ഇറക്കണ്ടേ. ഇത് കണ്ടോ, ഈ സാരി നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും. ഇതില്ലേ ഈയിടെ കാണിച്ച പ്ലെയിൻ സാരി, അതായത് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് അത് ഡിസൈൻ ചെയ്തിരിക്കുക. അതിൽ ഇങ്ങനെ ത്രെഡ്, സാരിയിലുടനീളം ത്രെഡും ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്ലോ വരുന്ന രീതിക്ക്, സീക്വൻസ് എന്ന് പറയുന്ന ഒരു ഗ്ലോ വരുന്ന ഒരു ടൈപ്പ് ഓഫ് നൂലാണ് അത്. അങ്ങനെ ചെയ്തിട്ട് അന്ന് സാരി മാത്രം, ഇന്ന് സാരിക്ക് ഒരു കൂട്ടും കൂടെ കൂട്ടി നല്ല ഒരു അടിപൊളി ഫുൾക്കാരിയുടെ ബ്ലൗസ്, വർക്ക് ചെയ്ത ബ്ലൗസ് അതും കൂടെ കൂട്ടിയിട്ടാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. സാരി ഇതിപ്പം ഇതിൻ്റെ 6, 7, 8 കണ്ട് കളർ, 9 കളറല്ലേ, 9 കളറെങ്ങാണ്ടുണ്ടേ. അപ്പം ഇതാണ് ബ്ലൗസ്. സാരി ബ്ലൗസ്, ഫുൾക്കാരിയുടെ ബ്ലൗസാണ്. അതിൽ ഈ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന ഈ കളറിന് ചേരുന്ന അതേ വർക്ക് ചെയ്തിരിക്കുക. ഇത് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന കണ്ടോ, ഹാൻഡ് വർക്കാണോ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന കണ്ടോ. എന്നാ ഭംഗിയാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സത്യമായിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാൻ അല്ലാതെ ചുമ്മാ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഞാനൊന്നും പറയണമെന്നില്ല. കാരണം ഇത് ഡയറക്റ്റ് ഷോപ്പിൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിച്ചോട്ട് പോകും എന്നുള്ളത് എനിക്ക് 101 തരമാണ്. എങ്കിലും ഞാനതങ്ങ് പറയുവാണ്. എല്ലാം ഭയങ്കര ഭംഗിയാണ്. ഇപ്പം നമുക്ക് ഈ വൈറ്റ്, ഓഫ് വൈറ്റ്, പിന്നെ ക്രീം, ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഭയങ്കരമായിട്ട്. പണ്ടൊന്നും വൈറ്റ് ബ്ലൗസ് അങ്ങനെ ഒരു ഇതല്ല. ഇപ്പോൾ പക്ഷേ വൈറ്റ് ബ്ലൗസ്, അപ്പം നിങ്ങൾക്ക് ഈ ബ്ലൗസിന് ഒരു വടിക്ക് 2 വശി എന്ന് പറഞ്ഞ പോലെ വേറെ സാധനങ്ങൾക്കും ഒക്കെ ഇടുകയും ചെയ്യാം. നല്ലൊരു 1 മീറ്ററുണ്ട്. ഫുൾക്കാരിയാണ്. എന്താ സംഭവം, എന്താ ഇങ്ങനെ കണ്ടോ. ഇതൊക്കെ ഏത് രീതിക്ക് വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് തയ്ക്കുകയും ചെയ്യുക. ഇപ്പോൾ കയ്യെ ലൈനിങ് ഇല്ലാതെയോ കയ്യെ ലൈനിങ് വെച്ചോ, അല്ലെങ്കിൽ ബാക്ക് ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ ബാക്കിൽ ഓപ്പണൊക്കെ ഇച്ചിരി ഫോമിലൊക്കെ ഇടാനാണെങ്കിൽ ബാക്കിൽ ഓപ്പണൊക്കെ വെക്കുവോ, അല്ലെങ്കിൽ പഫ് സ്ലീവ് വെക്കുവോ, എങ്ങനെ വേണമെങ്കിലും തയ്ച്ചാൽ നല്ല ഒന്നാന്തരം ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം. ചെറിയ ചിലവിൽ, പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫങ്ഷൻ വെയർ. ഇനി ഞാൻ അതിൻ്റെ കളേഴ്സ് കാണിക്കാം. ഇതിപ്പോൾ വന്നിട്ട് ഡാർക്ക് മെറൂൺ അല്ലേ, ഡാർക്ക് മെറൂൺ. അറിയാമല്ലോ, ഈ കളർ എപ്പോഴും ഞാൻ പ്ലെയിൻ സാരിക്ക് കാണിക്കുന്ന ഒരു കളറാണ്, എല്ലാവരുടെയും ഫേവററ്റ് കളർ. ഇനിയിപ്പം ഒന്ന് നൂർത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓരോ ഡിസൈൻസ് ഏതൊക്കെയാണെന്ന് കാണിച്ചാൽ പോരെ. ബോട്ടിൽ ഗ്രീൻ്റെ കൂടെ ഈ ഒരെണ്ണം കണ്ടോ, ആ കറക്റ്റ് ഗ്രീൻ തന്നെ ബ്ലൗസിന് വന്നിരിക്കുന്നു. ഇത്രയും മതിയോ കാണിച്ചത്? സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണേ കൃത്യമായിട്ട്. പർപ്പിളിൻ്റെ ആ സാരി കാണത്തില്ല അല്ലേ. സാരി ടേബിളായിട്ട് കാണിച്ചാലോ, അതാണ് എളുപ്പം. സാരി ബ്ലൗസും കൂടെ കൂട്ടി വരുമ്പോൾ ഇങ്ങനെ. കൈയൊക്കെ നല്ല വൃത്തിക്ക് തയ്ച്ചെടുക്കണേ. അല്ല, ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിന് ടേബിളെ വെച്ച് കാണിക്കാവേ. ഇത് കണ്ടോ, അടുത്ത കളർ ലാവണ്ടർ ഷെയ്ഡ്, ലൈറ്റ് ലാവണ്ടർ, ഡാർക്ക് ലാവണ്ടറും ഉണ്ട്, ലൈറ്റ് ലാവണ്ടറും ഉണ്ട്. ഇത് ലൈറ്റ് ലാവണ്ടർ. എന്നിട്ട് ആ ഒരു കറക്റ്റ് കളറാണ് ഇവിടെ ഈ എംബ്രോയ്ഡറിക്കുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം നൂർത്ത് മൊത്തം കാണിക്കുക, അപ്പം കറക്റ്റ് അതൊരു ഐഡിയ കിട്ടും. ഇത് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ, അത് ഡിസൈൻ അല്ല, എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിനകത്തെ ആ ഭംഗി എത്ര മനസ്സിലാവുന്നുണ്ട് എന്ന് ഈ വീഡിയോ ആയതുകൊണ്ട് എനിക്കറിയത്തില്ല. എന്നാണേലും ഡയറക്റ്റ് കാണുന്നവർക്ക് 101% ഇഷ്ടപ്പെടും. ഇതൊന്നും ഇഷ്ടപ്പെടുകയല്ലാത്ത ഒരു മനുഷ്യനും കാണത്തില്ല. ഇതാണ് അടുത്തത്, ഒരു വർണ്ണം. അടുത്ത കളർ കോമ്പിനേഷൻ ഇത് ഒരു തവിട്ട കളർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. രണ്ടും കൂടെ ഒന്നിച്ച് കാണിക്കണേ. അടുത്തത് റാണി പിങ്ക്
കണ്ടോ ആ റാണി പിങ്കിൻ്റെ ആ ഒരു കളർ കണ്ടോ, എത്ര ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കാണുന്നില്ലേ? അങ്ങനെ കണ്ടാലേ അത് അറിയത്തുള്ളൂ. അകത്തി നേവി ബ്ലൂ, ഒരു ഒലീവ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് കണ്ടോ. ആ ബ്ലൗസ് എല്ലാത്തെ നിങ്ങൾ അതും കൂടെ നോക്കുക, കളർ കോമ്പിനേഷൻ എത്ര ഇതാണെന്ന്. രണ്ടും കൂടെ ഒന്നിച്ച് കാണിക്കുക, എന്നാലേ കളർ കോമ്പിനേഷൻ അറിയത്തുള്ളൂ. ഡാർക്ക് ലാവണ്ടർ വന്നപ്പം ഇവിടുത്തെ ആ ഒരു ഫ്ലോറിൻ്റെ ഇതും ഡാർക്കായി. അടുത്തത് ഇത് മെറൂൺ. ഇത് സാരി വന്നിട്ട് വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലല്ല, ഐത്തേൽ ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്ന വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത്, എന്നാലും ഒന്നുകൂടെ പറയുക. വിചിത്ര സിൽക്കിന് ക്വാളിറ്റി തീരെ കുറഞ്ഞ, അതായത് ഒരു സാരിക്ക് ഏകദേശം ഒരു മീറ്ററിന് എനിക്ക് തോന്നുന്നു 60-70 രൂപയ്ക്കൊക്കെ തൊട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അത്രയും ക്വാളിറ്റി കുറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലോയിലും അതിൻ്റെ സ്റ്റഫിലും എല്ലാം വ്യത്യാസമുണ്ട്. ഇതൊരു മീഡിയം ക്വാളിറ്റിയിലുള്ള സ്റ്റഫാണ്, അത്യാവശ്യം നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. നമുക്ക് ഫംഗ്ഷൻ വെയർ എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ഇതിനകത്ത് കണക്കാക്കിയിരിക്കുന്നത്. ഏറ്റവും തീർത്ത് ക്വാളിറ്റിയുള്ള വിചിത്ര സിൽക്ക് കണ്ടിട്ട് ഇത് വിചിത്ര സിൽക്കിന് അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. എല്ലാ സാധനത്തിനും കുറഞ്ഞ വിലയുടെ ഉണ്ട്, മീഡിയത്തിൻ്റെ ഉണ്ട്, കൂടിയ വിലയുടെ ഉണ്ട്. അത് ഓർക്കണം കേട്ടോ, ഓർത്ത് വേണം ഓർമ്മയുണ്ടാതിരിക്കണം, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ മൺസൂൺ സ്പെഷ്യൽ സാരി കാണിക്കാം. ഇന്ന് വേഗം വീഡിയോ തരും. ഈ സാരിയുടെ മോഡൽ ഇത് തന്നെയാണോ കാണിച്ചതെന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. കളർ ഇതൊക്കെ കാണിച്ചു, ഈ കളറുകൾക്കൊക്കെ ഭയങ്കര ചോദ്യക്കാരുമായിരുന്നു. അതുകൊണ്ട് ഇത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ടേ, പക്ഷേ കണ്ടമാനം സ്റ്റോക്കില്ല. അതെന്നാന്ന് ചോദിച്ചാൽ ഒരെണ്ണം തന്നെ 3-4 ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ ചോദ്യം വരുന്നുണ്ട്. ജോർജറ്റി വന്നിരിക്കുന്ന ഈ ഒരു മൺസൂൺ സ്പെഷ്യൽ, അതായത് നമ്മുടെ ഒഴുക്കൻ സാരി കണ്ടോ. ഇത് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചാണ്, ഇതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഡിസൈൻ നമ്മൾ ഓർത്തിരിക്കത്തല്ലോ. കണ്ടോ, അജ്രക്ക് പ്രിൻ്റ് മുന്താണി, ബ്ലൗസ് വന്നിട്ട് ബ്ലൗസ് ഉണ്ട്, ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്, ബോർഡറും ഉണ്ട്. ചിലതിന് വിത്ത് ബ്ലൗസും ഇല്ല, ബോർഡറും ഇല്ല, എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് ബ്ലൗസ്, ഇത് വരും ബ്ലൗസ്. നല്ല ഡാർക്ക് റോയൽ ബ്ലൂ ഷെയ്ഡ്, നല്ല സുഖമായിട്ട് ഉപയോഗിക്കാം കൊണ്ടു നടക്കാനും. മഴയത്തൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയുടെ സമയമല്ലേ, അപ്പം അതുകൊണ്ടാണ് ഈ മൺസൂൺ സ്പെഷ്യൽ കാണിക്കുന്നത്. ഈ ഡിസൈൻ്റെ തന്നെ വേറെ ഒരു കളറ്, ഒരു റാണി പിങ്കിൻ്റെ നല്ല ഡാർക്ക് ഷെയ്ഡാട്ടോ. ഇനി ഓരോന്നിൻ്റെയും കാണിക്കേണ്ടല്ലോ. മുന്താണി ബ്ലൗസ് ഇങ്ങനെ തന്നെയാണ്, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം. നല്ലൊരു കളറാട്ടോ റാണി പിങ്കിൻ്റെ, നല്ലൊരു കളറ്. കാണത്തില്ലേ? അയ്യോ, വേറെ കളറിലാണോ കാണുന്നത്? ഡിസൈൻ അല്ലേ, ഇങ്ങനെ കുഞ്ഞ് ലീഫ് ഡിസൈനാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡറും. ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ, മറ്റേതിന് കാണിച്ചല്ലോ. എല്ലാം കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ ഒത്തിരി സാരികൾ വന്നിട്ടുണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ, വരുന്ന ദിവസങ്ങളിലൊക്കെ കാണിക്കാം. ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു പായലിൻ്റെ ഒക്കെ ഒരു നേർത്തൊരു ഡാർക്ക് ഒരു കളറാണ് ബോഡിക്ക്. അതിൻ്റെ കൂടെ പീച്ച് കളറുള്ള ഡിസൈൻ, നല്ലതാണ്. ഏത് കളറുകാർക്കും ചേരും ഈ കളറുകളെല്ലാം. ആ മോഡൽ സാരി അങ്ങനെ. ഇനി ഈ സാരി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതാ. അയ്യോ, ഈ സാരിക്ക് എനിക്ക് ഇത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇത് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോയി, കുറച്ചേ ഉള്ളായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ റീസ്റ്റോക്ക് വരുത്തിയതാണ്. വരുമെന്ന് ഞാൻ ഓർത്തില്ല. ഒത്തിരി പേര് ചോദിച്ചപ്പോൾ ഞാൻ വരുന്ന കാര്യം സംശയമാണെന്നൊക്കെ ഞങ്ങളിവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നു. ഇതും കണ്ടോ, ഷിഫോണാണ്. ഫുള്ള് ഇങ്ങനെ തന്നെയാണ്, ബോർഡറും ഇല്ല, മുന്താണിയും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ട് ഒരു 3-4 പ്രാവശ്യമൊക്കെ ഇനിയും പറയണ്ടല്ലേ, എപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് ബോറടിക്കുന്നു. ഇവർ തന്നെയാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നതെന്ന് പറഞ്ഞ പോലെ അല്ലല്ലോ, പല ആൾക്കാരാണ് കാണുന്നത്. ഒന്നുമില്ലെന്നോ? നിങ്ങളെ ഏതൊക്കെ തല പോലെ തന്നെ. ബോർഡറും ഇല്ല, മുന്താണി ഇല്ല, തലയ്ക്കകത്ത് കളിമണ്ണും ഇല്ല, അതുപോലും ഇല്ല. ഇതുണ്ടല്ലോ, നമുക്ക് കുർത്തി തയ്ക്കാൻ നല്ല കേട്ടോ, നല്ലതാണ്. കുറച്ച് കൊടുത്തു കഴിഞ്ഞു അതെന്ന് വെച്ചാൽ ഒന്നും ഇല്ലല്ലോ, ഫുൾ ഇങ്ങനെ തന്നെ അല്ലേ, ബോർഡറൊന്നും ഇല്ലാത്തതുകൊണ്ടേ. അതിൻ്റെ വേറെ കളർ വന്നിട്ടുണ്ട്. ഇതൊക്കെ ആരോ ഇതിൻ്റെ തന്നെ വേറെ കളർ കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം വരുമോ ഇല്ലയോ നമുക്ക് മുൻകൂട്ടി പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടേ അന്നേരം ഇല്ലായിരുന്നു. ഇപ്പം വന്നു.
എപ്പോഴും ഉള്ള ഒരു കോമ്പിനേഷൻ, റെഡും ബ്ലാക്കും എല്ലാവരുടെയും ഫേവറേറ്റാണ്. എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. റെഡെന്ന് പറഞ്ഞാൽ മെറൂണിഷ് റെഡാണ്, റെഡും നല്ല ഡീപ്പ് ബ്ലാക്കും, ഇങ്ങനെ തന്നെ ഫുള്ള്. വലിയ വിലയൊന്നുമില്ല. നമ്മളിപ്പോൾ ഇത്രയും തുണി മീറ്ററിന് മുറിച്ച് മേടിച്ച് അതിൻ്റെ പകുതി വിലയാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു സാരി വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ എന്നാ വേണേലും തയ്ക്കാം. ഫ്രോക്കോ കുർത്തിയോ ചുരിദാർ സെറ്റോ എന്ത് വേണേലും തയ്ക്കാം. ഷോളൊക്കെ ഇതുകൊണ്ട് എന്നാ രസമായിരിക്കും. ഇതുകൊണ്ടേ 2 പ്രാവശ്യം സാരിയായിട്ട് കൊടുക്കണം. ഇപ്പോൾ കാണിച്ച ആ ബ്ലൗസില്ലേ, ആ ബ്ലൗസിന് പറ്റുമോ? സ്വപ്നലോകത്ത് നിൽക്കുവാണോ? പറ്റുമോയെന്ന് ചോദിച്ചപ്പോൾ യാന്ത്രികമായിട്ട് തലയായിട്ട് നല്ലല്ലേ. സീബ്ര ലൈൻ അല്ലേ? സീബ്ര ലൈൻ അല്ല, ശ്രീബ്രായുടെ കൂട്ട് ലൈൻ. ഓ എന്നോ എനിക്കൊരബദ്ധം പറ്റുന്ന കാണുമ്പോഴത്തേന് എൻ്റെ സന്തോഷം അപ്പ തീർന്നു പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. വീണ്ടും നമുക്കുണ്ടല്ലോ വാട്സപ്പ് കോൾ വഴി ബുക്കിംഗ് ഇല്ല കേട്ടോ. എന്നാണേലും പിന്നെയാണ് ഈ ബുക്കിങ്ങിൻ്റെ സമയത്ത് കോൾ വന്ന് നമ്മൾ എടുക്കാത്തതിനായിട്ട് പരിഭവിക്കരുത്. കാരണം കോൾ എടുക്കില്ല നമ്മൾ. വാട്സപ്പ് നിങ്ങൾ ആ ഒരു മേളിൽ കാണുന്ന വാട്സപ്പ് എന്ന് പറഞ്ഞാൽ വാട്സപ്പ് കോൾ ചെയ്യണ്ട, വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് ചെയ്താലേ എടുക്കുകയുള്ളൂ. ഈ നമ്പറിൽ കോള് അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്പർ കൂട്ടി എടുക്കുക. എമൗണ്ട് ആയിട്ട് തന്നെ കിടപ്പുണ്ട്, പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്. ഷിപ്പിംഗ് ഫ്രീ ആയിട്ടൊന്നും കൊടുക്കുന്നതിൽ ഞാൻ പറയുമ്പോൾ എന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന പോലെ പറയുന്നതാണ്. നിങ്ങൾ ഓർക്കരുത്, ഒരു സാധനം ആർക്കും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. നിങ്ങൾക്ക് ചുമ്മാ ആരെങ്കിലും 50 രൂപ 100 രൂപ എടുത്ത് തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അത് സാധനത്തെ വില കൂടുന്നുണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നത്, നമ്മളതിന് പറ്റുന്ന വില ഇടുന്നുള്ളൂ. കൃത്യമായിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ കൊറിയറുകാർ മേടിക്കുന്ന എമൗണ്ടേ ഞങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ. അല്ലാതെ 1 രൂപ പോലും കൂടുതൽ വാങ്ങിക്കാറില്ല. വെയിറ്റിനൻസ് ചിലരുടെയൊക്കെ വിചാരം ഒരു സാധനം കൊറിയർ അടിക്കുമ്പോൾ എല്ലാത്തിനും കൂടെ ഒറ്റ വിലയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഇതിപ്പോൾ ഒന്നിച്ചല്ലേ എടുക്കുന്നത്, ഇതിന് ഒറ്റ ഫീസ് അടച്ചാൽ പോരെ എന്നുള്ള രീതിക്ക് ചോദിക്കും. അങ്ങനല്ല, ഇതിൻ്റെ വെയിറ്റ് നോക്കി. ഇതിപ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റ് ഓഫീസുകാരുടെ കൊണ്ട് പാക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവരതിൻ്റെ വെയിറ്റ് നോക്കും. വെയിറ്റ് നോക്കിയിട്ട് പിന്നെ ഡിസ്റ്റൻസും കൂടെ നോക്കും. അത് നോക്കിയിട്ടാണ്. പിന്നെ ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ വേറെ ചാർജാണ്. അങ്ങനെയാണ് ഇവരെല്ലാവരും റേറ്റ് ഇടുന്നത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒറ്റ ഇതിൽ പോരത്തില്ല, അയിത്തെ തന്നെ പോരത്തില്ല. അങ്ങനെ ഒരു സാധനത്തിന് ഇത്ര രൂപ എന്നല്ല, വെയിറ്റ് അനുസരിച്ചാണ് ഇതിൻ്റെ. നമ്മളെടുക്കുന്ന നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ആര് ചോദിച്ചാലും ബില്ല് തരാം. ബില്ലിങ്ങനെ ഓരോരുത്തർക്കും അയച്ചു കൊടുക്കുക, ട്രാക്കിംഗ് ID അയച്ചു കൊടുക്കുക, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. അത് പ്രാവർത്തികമാകുന്ന കാര്യമല്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഡെയിലി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഡെയിലി വീഡിയോ ഉള്ളപ്പോൾ എല്ലാവരുടെയും ട്രാക്കിംഗ് ID, എല്ലാവരുടെയും ബില്ല് അത് നടക്കില്ല. ചോദിക്കുന്നവർക്ക് ആർക്ക് വേണമെങ്കിൽ പൈസ തരാം, ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്നുമുണ്ട്. വേറെ എന്തെങ്കിലും പ്രഭാഷിക്കാനുണ്ടോ? എൻ്റെ പ്രഭാഷണം കേട്ടോ എന്നെ വല്ലവരും ഒന്നും പറയരുത് കേട്ടോ. ഞാൻ കാര്യങ്ങളല്ലേ പറയുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.